ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BSc സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ IQവിൽ നിന്ന് EQവിലേക്ക് സഹാനുഭൂതിയുടെ ലോകം എന്നൊരു ഭാഗമുണ്ട് നമുക്ക് പഠിക്കാം. നോക്കൂ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് 2 തലങ്ങളുണ്ട് എന്നും ഒന്ന് വിചാരതലവും ഒന്ന് വികാരതലവുമാണ് എന്ന് പറയുന്നു. അറിവ് നേടാനും പ്രയോഗിക്കാനുമുള്ള കഴിവ്, ഓർമ്മശക്തി, ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള ശേഷി, യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷി, വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശേഷി എന്നിവ വിചാരതലത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ വിചാരതലത്തെ നാം സാമാന്യമായി ബുദ്ധി എന്ന് നിർവചിക്കുന്നു. ഈ ബുദ്ധിയുടെ നിലവാരം അളക്കുന്ന ഉപാധിയാണ് നാം IQ എന്ന് പറയുന്നത്. ഈ തൻ്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളെ മനസ്സിലാക്കാനും ഉചിതമായിട്ട് കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. അതായത് സാമൂഹിക ബോധം, ആത്മബോധം, സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി, വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും നിലനിർത്താനുള്ള കഴിവ് ഒക്കെ വൈകാരിക ബുദ്ധിയുടെ അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയാണ് ഇതിനൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നത്. പക്ഷേ വിവിധ സാഹചര്യങ്ങളിൽ നമ്മൾ പല സമ്മർദ്ദങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാനസികാവസ്ഥകളിലേക്കും എത്തിക്കും. അവിടെ നമ്മൾ ഒരു വികാരജീവിയായി മാറും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും എത്തിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള ചിന്തകളെ എത്തിക്കുന്ന ഇമോഷൻ കാഷൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന തലം കൂടിയുണ്ട്. ഇതാണ് IQവും EQ എന്ന് പറയുന്ന IQവിലേക്ക് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. നമ്മുടെ ഒരു ബോധതലത്തിൻ്റെ ഉള്ളിൽ എക്കാലത്തും ഒരു ചിന്തയുണ്ടായിരുന്നു. വൈകാരിക തലത്തേക്കാൾ പ്രധാനമാണ് നമ്മുടെ വികാരതലം അല്ല ബുദ്ധിതലം എന്നുള്ളത്, അല്ലേ? വൈകാരികതയേക്കാൾ മുകളിലാണ് ബുദ്ധി എന്നുള്ളത്. പ്ലേറ്റോ, അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് തത്വജ്ഞാനിയായ പ്ലേറ്റോ തൻ്റെ റിപ്പബ്ലിക്കിൽ കവികളെയും കലാകാരന്മാരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ഈ കവികൾ ചിന്തയേക്കാൾ വികാരത്തിന് വഴങ്ങുന്നവരാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആധുനിക സമൂഹം, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹം IQ പോലെ തന്നെ പ്രധാനമാണ് EQ എന്ന് തിരിച്ചറിയുന്നു. അതായത് നിരന്തരം ചലനത്തിന് വിധേയമാണ് EQ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉചിതമായിട്ടുള്ള ഇടപെടലിലൂടെ ഒരാളുടെ വൈകാരിക അവസ്ഥയെ സമൂഹത്തിന് ഇണങ്ങുന്ന തരത്തിലാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതേപോലെ മറിച്ചും നല്ല ബുദ്ധിമാന്മാരായ ചിലർ പൊതുസമൂഹത്തിന് അപകടകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് അയാളുടെ വൈകാരിക തലത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് ഈ ഭാഗത്ത് IQവും EQവും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. മറ്റൊന്ന്, സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന തലം എന്നുള്ളത് ഈ പറയുന്ന വൈകാരികതയാണ്. നമ്മുടെ ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള ശേഷി കൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യർ ജീവിക്കുന്നത്. സഹജീവികളെ സ്നേഹിക്കാനും മാനിക്കാനും കഴിയുമ്പോൾ മാത്രമാണല്ലോ ഒരു നല്ല മനുഷ്യനായിത്തീരുന്നത്. രോഗമായാലും അല്ലെങ്കിൽ മറ്റുള്ള അവൻ്റെ അവസ്ഥകളെയൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചേർത്ത് നിർത്തുമ്പോൾ, അവനിൽ അനുതാപമുണ്ടപ്പോൾ, സഹാനുഭൂതി ഉണ്ടാകുമ്പോൾ, സഹവർത്തിത്വം ഉണ്ടാകുമ്പോൾ ഒക്കെയാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് പൂർണ്ണതയാവുന്നത്. അങ്ങനെ IQവും EQവും വായിച്ചിട്ട് വേണം നമുക്ക് എങ്ങോട്ട് ഈ മനുഷ്യൻ്റെ ഒരു സഹാനുഭൂതിയുടെ തലത്തിലേക്ക് കടക്കാൻ. എനിക്ക് തോന്നുന്നു 19ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ചിന്തകരാണ് സഹാനുഭൂതി എന്നതൊരാശയമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുമായോ വസ്തുവുമായി കൂടിച്ചേർന്ന് കഴിയുന്ന അവസ്ഥയെയാണ് നമുക്ക് സഹാനുഭൂതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു സവിശേഷതയായി തന്നെയാണ് സഹാനുഭൂതിയെ മനസ്സിലാക്കുന്നത്. കാരണം ഒരാളുടെ സഹജീവിയുടെ വൈകാരിക അവസ്ഥകളെ മാനിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ സഹാനുഭൂതി എന്നുള്ളത്.
യഥാർത്ഥത്തിൽ മാനവികതയുടെ ഭാഗമായി തന്നെ മനസ്സിലാക്കാവുന്ന ഒന്നാണ് സഹാനുഭൂതി. ഇതര മനുഷ്യരോടും ഇതര ജീവജാലങ്ങളോടുമുള്ള ഒരു ഒരു തന്മയീകരണം മാനവികതാ സാഹിത്യത്തിൽ കണ്ടുവരുന്നുണ്ട്. മലയാളത്തിലും നവോത്ഥാന സാഹിത്യത്തിലും ഏറിയും കുറഞ്ഞും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സഹാനുഭൂതി. ഉത്തരാധുനിക കഥാകൃത്തായ ഉണ്ണിയുടെ ഒരു കഥ ഉണ്ണിയുടെ ഒരു കഥ പഠിക്കാറുണ്ട് നമുക്ക്, പ്രാണിലോകം എന്നുള്ളത്. പ്രാണിലോകം എന്ന് പറയുന്നത് സഹാനുഭൂതിയുടെ ഉത്തമ ഉദാഹരണം പുലർത്തുന്ന ഒരു ചെറുകഥ കാടിയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.